ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെയും യുദ്ധവിമാനങ്ങൾ ഒരുമിച്ച് പറന്നു. അത് ഇസ്രായേൽ അതീവ രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ വേറൊരു രാജ്യത്തിൻ്റെ യുദ്ധവിമാനം കൂടി ഉണ്ടായിരുന്നു. ആ യുദ്ധവിമാനം ഏത് രാജ്യത്തിൻ്റെയാണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇന്ത്യൻ എയർഫോഴ്സ് IAF, ഇസ്രായേൽ എയർഫോഴ്സ് IAF, രണ്ടുപേരും ഒന്നു തന്നെ അല്ലേ? ഈ രണ്ട് രാജ്യത്തിൻ്റെയും യുദ്ധവിമാനങ്ങൾ ഒരുമിച്ച് പറന്നു. ഞങ്ങൾ ഒരുമിച്ച് സൈനിക അഭ്യാസം നടത്തി, വ്യോമാഭ്യാസം നടത്തിയെന്ന് ഇസ്രായേൽ ഇന്നലെ വെളിപ്പെടുത്തി. അത് നടന്നത് മാർച്ച് 24 മുതൽ 4 ദിവസമായിരുന്നു. 28 വരെയുള്ള ദിവസങ്ങളിൽ ഒരു വ്യോമാഭ്യാസം നടത്തി. ഞങ്ങൾ വിവിധ രാജ്യങ്ങളിൽ ഗ്രീസിന് മുകളിലൊക്കെ നടത്തി. അപ്പോൾ പതിവില്ലാത്തൊരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ വ്യോമാഭ്യാസം നടക്കുന്നു, അതിൻ്റെ കൂടെ ഇന്ത്യൻ എയർഫോഴ്സും IAFും IAFും കൂടെ ചേർന്നു. അത് വളരെ നിർണായകമായൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിലാണ്, ഗാസയിൽ യുദ്ധത്തിലാണ്, ലെബനോണിൽ യുദ്ധത്തിലാണ്, സിറിയയിൽ യുദ്ധത്തിലാണ്. അങ്ങനെ പല രാജ്യങ്ങളുമായി ഒരേ സമയത്ത് യുദ്ധത്തിലിരിക്കുന്ന ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ കുന്തമുന എന്ന് പറയുന്ന IAF ആണ്, ഇസ്രായേൽ എയർഫോഴ്സ്. IDF കരയിൽ യുദ്ധം ചെയ്യുമ്പോൾ IAF മുകളിലൂടെ പോയി വ്യോമാക്രമണം നടത്തി തവിട്ട് പൊടിയാക്കി. കഴിഞ്ഞ ദിവസം ഗാസയിൽ നമ്മൾ പറഞ്ഞില്ലേ 1000 വ്യോമാക്രമണമാണ് നടത്തിയത്. അപ്പോൾ ലോകത്തെ അതിശക്തമായ എയർഫോഴ്സുള്ള ഒന്നാണ് F-35 ഉൾപ്പെടെയുള്ള അമേരിക്ക നൽകിയിട്ടുള്ള മാരകമായ പ്രകടനശേഷിയുള്ള യുദ്ധവിമാനങ്ങളാണ്. അവരൊരു വ്യോമ പരീക്ഷണം നടത്താൻ, വ്യോമാഭ്യാസം നടത്താൻ ക്ഷണിച്ച രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഒരു വിമാനത്തിൻ്റെ ചിത്രം IAF, ഇന്ത്യൻ എയർഫോഴ്സ് അല്ല, ഇസ്രയേലി എയർഫോഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ വിമാനത്തിൻ്റെ പേര് ഗൾഫ് സ്ട്രീം G550 എന്നാണ്. ഈ പേര് കേട്ടിട്ടുണ്ടോ? ഇത് കഴിഞ്ഞ ദിവസം റാണയെ കൊണ്ടുവന്ന വിമാനം. റാണയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യ ആദ്യം പറഞ്ഞു, നമ്മൾ റാണയെ അമേരിക്കയിൽ നിന്ന് മിയാമിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. മിയാമിയിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു റഫേൽ പോയിട്ട് റഫേൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു എയർഫോഴ്സിൻ്റെ ജെറ്റ് അങ്ങോട്ട് പോയി. റഫേലാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. എയർഫോഴ്സിൻ്റെ ജെറ്റ് ഇന്ത്യയിൽ നിന്ന് US പോയി. അപ്പോൾ ആളുകളൊക്കെ കാണുന്നത് ഫ്ലൈറ്റ് ട്രാക്കേഴ്സ് ഉണ്ട്. ഓരോ ആകാശത്തൂടെ പറക്കുന്ന ഓരോ വിമാനങ്ങളും എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. നമുക്ക് മൊബൈലിൽ പോലും ചെയ്യാം. ഫ്ലൈറ്റ് റഡാർ എന്നൊക്കെയുള്ള ആപ്പ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പതിപ്പ് നമുക്ക് ഓരോ ഫ്ലൈറ്റുകൾ പറന്നു പോകുന്ന കാണാം. അപ്പോൾ ഈ റാണയെ ഇങ്ങനെ അവിടെ നിന്ന് അമേരിക്കൻ സുപ്രീം കോടതി ഇന്ത്യക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നത് ലോകത്തെല്ലാവർക്കും അറിയാം, പാകിസ്ഥാൻ അറിയാം. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കരുതുന്നു ഒന്നെങ്കിൽ അമേരിക്കയുടെ ഒരു എയർഫോഴ്സ് വിമാനത്തിൽ കൊണ്ടുവരും, ഗ്ലോബ് സ്റ്റാർ പോലെയുള്ള ഏതെങ്കിലും വിമാനത്തിൽ കൊണ്ടുവരാതിരിക്കാം. അന്ന് നമ്മുടെ ആളുകൾ ഡിപ്പോർട്ട് ചെയ്ത വിമാനം ഉണ്ടല്ലോ, ഒരു സൈനിക വിമാനത്തിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെയാണ് കണക്ക് കിട്ടിയത്. അപ്പോൾ ആ പാകിസ്ഥാൻ്റെയൊക്കെ ആ കണക്ക് ശരിയാക്കുന്ന തരത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു വിമാനം അമേരിക്കയ്ക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അതിലായിരിക്കും വരുന്നത്. ആ വിമാനം തിരിച്ചെന്നിട്ട് റാണയെ വിട്ടയച്ചു കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആ വിമാനം തിരിച്ചു പോരുകയും ചെയ്തു. പക്ഷേ ഇന്നലെ റാണ ഇവിടെ എത്തിയതിന് ശേഷം അതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വന്ന് വിയന്നയിൽ നിന്ന് വിയന്ന മറ്റൊരു രാജ്യത്ത് നിന്നാണ് നമ്മൾ ഒരു ചാർട്ടർ ഫ്ലൈറ്റ് വാടകയ്ക്കെടുത്തു. ആ വിമാനം ഗൾഫ് സ്ട്രീം G550 ആയിരുന്നു. അതായത് ഈ വ്യോമാഭ്യാസത്തിന് ഇസ്രയേൽ ഉപയോഗിച്ച അതേ വിമാനം നമ്മളവിടുന്ന് വാടകയ്ക്ക് എടുക്കുന്നു. ആ വിമാനം, ആ കാറ്റഗറിയിൽപ്പെട്ട വിമാനത്തിലാണ് നമ്മൾ റാണയെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് രണ്ടും യാദൃശ്ചികമായിരിക്കാം, അല്ലായിരിക്കാം. ഏതായാലും ഈ ഇന്ത്യയും ഇസ്രായേലും കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്തത് ഗൾഫ് സ്ട്രീം G550 എന്ന് പറയുന്ന ഞങ്ങളുടെ സ്പൈ വിമാനം എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ എയർഫോഴ്സ് പടം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഇന്നലെ പെട്ടെന്ന് അത് കണ്ടപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത്, ഇതിലാണല്ലോ ഇതേ G550 550 റാണയെ കൊണ്ടുവന്നത്. തഹാവൂർ റാണ എന്ന് പറയരുത്, തഹാവൂറിൻ്റെ ഇടയ്ക്കൊരു ഹുസൈനുണ്ട്, തഹാവൂർ ഹുസൈൻ റാണ, അങ്ങനെ തന്നെ പറയണം. കാരണം തഹാവൂർ റാണ എന്ന് പറയുമ്പോൾ അത് ഒരു ഹിന്ദു പേരാണെന്ന് ധരിപ്പിക്കാനുള്ള ശ്രമമുണ്ട്. എല്ലാ മാധ്യമങ്ങളും ഹുസൈനെ മുക്കി വെച്ചിരിക്കുക. അതുപോലെ മറ്റേ ഹെഡ്ലിയെ പറയുമ്പോൾ ഡേവിഡ് ഹെഡ്ലി എന്ന് പറഞ്ഞാൽ പോരാ, ദാവൂദ് ഗിലാനിയാണ് അയാൾ. ദാവൂദ് ഗിലാനി. എന്തുകൊണ്ടാണ് ഹെഡ്ലി? അയാളുടെ ഒറിജിനൽ പേര് ദാവൂദ് ഗിലാനി എന്നാണ്. കാരണം അയാൾ ഒരു ക്രിസംഗിയാണെന്ന്, ഇപ്പോഴത്തെ ഭാഷ അങ്ങനെയാണല്ലോ, ക്രിസ്ത്യാനിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ ജിഹാദിയായ അയാൾ സ്വന്തം പേര് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളെ വിളിച്ചു വെക്കേണ്ട കാര്യമില്ല. ദാവൂദ് ഗിലാനി എന്ന് തന്നെയാണ് അയാളുടെ പേര്. നമ്മൾ പറയണം റാണ തഹാവൂർ ഹുസൈൻ റാണയാണെന്ന് പറയണം. ട്രംപ് പറയുന്നില്ലേ ബറാക്ക് ഹുസൈൻ ഒബാമയാണ്, ബറാക്ക് ഒബാമയല്ല എന്നുണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞാൽ എന്താ? അപ്പോൾ ട്രംപ് വരെ പറയുന്നുണ്ട് ആ ഹുസൈൻ എന്നുള്ള പേര് എന്തിനാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഹാരിഫ് ഖാനെ SFIക്കാർ പറയത്തുള്ളൂ, മുഹമ്മദ് എന്ന് പറയത്തില്ല. ആരിഫ് ഖാൻ ഗോബായ്ക്ക് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ആരിഫ് മുഹമ്മദ് വെച്ച് പറഞ്ഞാൽ പിന്നെ
ഗോ ബാക്ക് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അങ്ങനെ നമുക്ക് പതുക്കി വെക്കേണ്ട, പേരുള്ള പേര് മുഴുവൻ പറയണം. അപ്പോൾ ഏതായാലും ഈ അഭ്യാസം വളരെ നിർണായകമായിരുന്നു. വളരെ നിർണായകം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ അമേരിക്കൻ എയർഫോഴ്സ് ജോയിൻ ചെയ്തു. ഗ്രീസിലാണ് നടന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു പ്രസ് റിലീസ് വന്നിട്ടില്ല? ഞങ്ങളിങ്ങനെ ഗ്രീസിൽ വെച്ചിട്ട് ഇസ്രയേലുമായി ചേർന്ന് അമേരിക്കയുമായി ചേർന്ന് ഞങ്ങൾ ഒരു എയർ ഡ്രില്ല് നടത്തിയെന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല. ഇന്നലെയാണ് ഇസ്രയേൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഇസ്രയേൽ യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുമ്പ് ബൈഡൻ റഫ ആക്രമിക്കാൻ ഇസ്രയേൽ പ്ലാൻ ഇട്ടപ്പോൾ നിർണായകമായ ആയുധങ്ങൾ കൊടുത്തില്ല. ഓർക്കുന്നില്ലേ? അതെ. ആ ആയുധങ്ങൾ ട്രക്ക് കണക്കിന് പിന്നെ കപ്പലുകളിൽ കൊണ്ടുവന്ന് ഇറക്കി ട്രക്ക് കണക്കിന് കൊണ്ടുപോകുന്ന ചിത്രവും നമ്മൾ കണ്ടു. ട്രംപ് വന്നതിന് ശേഷമാണ് ബൈഡൻ പിടിച്ചിരുന്നു റഫയെ ആക്രമിക്കരുതെന്ന് പറഞ്ഞിട്ട്. പിന്നീട് ബൈഡൻ ഒളിച്ചു വെച്ച ആയുധങ്ങളാണ് ഈ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചിത്രങ്ങളൊന്നും നമ്മളത് ഒരു വീഡിയോയിൽ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ഈ റഫ ആക്രമിച്ച് ഖാൻ യൂനിസും റഫയും ആക്രമിക്കാൻ വേണ്ടി നിർണായകമായ ഭൂമിക്കടിയിലുള്ള അവരുടെ ബങ്കറുകൾ തകർക്കാനുള്ള ബോംബുകൾ എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യം വന്നിരുന്നു. അമേരിക്ക കൊടുത്തില്ല. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഇസ്രയേലി അംബാസിഡർ ഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങളെ ഒരു നിർണായക ഘട്ടത്തിൽ ബൈഡൻ സഹായിച്ചില്ല. അപ്പോൾ സഹായിച്ചത് ഇന്ത്യയാണ്. സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഷെയ്ഖാൻ്റെ കൊടുത്ത് സഹായിക്കുന്നില്ലല്ലോ. അപ്പോൾ ഭൂമിക്കടിയിലുള്ള റഫയെ തകർക്കാൻ ഖാൻ യൂനിസിനെ തകർത്തതിൻ്റെ ഭാഗമായിട്ടാണ് യഹിയ സിൻവർ പോലും കൊല്ലപ്പെട്ടത്, തകർന്ന കെട്ടിടത്തിൽ. അപ്പോൾ റഫ ഖാൻ യൂനിസ് തകർക്കപ്പെട്ടു. തകർക്കാൻ പറ്റിയ ആയുധം ആര് കൊടുത്തില്ല? അമേരിക്ക കൊടുത്തില്ല. അപ്പോൾ അംബാസഡർ പറയുന്നത് അപ്പോൾ ഞങ്ങളെ സഹായിച്ചത് ഇന്ത്യയാണ് എന്ന് പറഞ്ഞാൽ ഘട്ടത്തിൽ ഇന്ത്യ എങ്ങനെ സഹായിച്ചു കാണും? ആയുധം കൊടുത്തിട്ട് ആണല്ലോ. അതെ. അപ്പോൾ അത് ഉറപ്പാണ്. അപ്പോൾ ഇന്ത്യ നന്നായിട്ട് ഇസ്രായേലിനെ യുദ്ധരംഗത്ത് സഹായിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്കും അറിയാം, കമ്മ്യൂണിസ്റ്റുകൾക്കും അറിയാം. അതുകൊണ്ടാണ് പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതി ഇന്ത്യ ഇസ്രായേലിന് ആയുധം കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയുമായിട്ട് ചെന്നു. ഓർക്കുന്നുണ്ടല്ലോ. അപ്പം വളരെ തന്ത്രപ്രധാനമായ സൈനിക ഇടപാടുകൾ, നമ്മൾ പലസ്തീൻ വേണം, പലസ്തീൻ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പ്രമേയമൊക്കെ പാസ്സാക്കുന്നുണ്ടെങ്കിൽ പോലും പലസ്തീൻ ഇല്ലാതാക്കാൻ വേണ്ടുന്ന ആയുധങ്ങൾ ആർക്ക് കൊടുക്കുന്നുണ്ട്? ഇസ്രായേലിന് കൊടുക്കുന്നു. ഇരട്ടത്താപ്പാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ നയം മാറ്റി. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറുമല്ലോ. ഗോവിന്ദൻ പറയുന്ന പോലെ അത് സാഹചര്യം. അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് നരേന്ദ്രമോദിയുടെ സാഹചര്യമാണ്. നരേന്ദ്രമോദി എടുക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടും തീവ്രവാദത്തിനെതിരായ നിലപാടാണ്. ഹമാസ് തീവ്രവാദികൾ നാളെ ഇന്ത്യക്കും ഭീഷണിയാവും, ലോകത്താർക്കും ഭീഷണിയാവും. തീവ്രവാദ ഭീഷണി കൊണ്ട് നട്ടം തിരിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുപോലെ നട്ടം തിരിയുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. മറ്റൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സംഭാഷണങ്ങളിലും പറയാറുണ്ട്, ഇന്ത്യയോട് ആരെങ്കിലും യുദ്ധം ചെയ്താൽ ഞങ്ങളോടും യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ. അങ്ങനെ ഇസ്രയേൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഒരു കടപ്പാട്, ഒരു ബാധ്യത, ഒരു സ്നേഹം, കരുതലൊക്കെ ഇന്ത്യക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇന്ത്യൻ എയർഫോഴ്സ് ഇസ്രയേൽ വിമാനങ്ങളോടൊപ്പം ചുമ്മാ പറഞ്ഞതല്ല, സൈനിക അഭ്യാസം നടത്തി. അപ്പോൾ നാളെ ഒരു ആവശ്യം വന്നാൽ ഇസ്രയേലിൻ്റെ കൂടെ അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ മാത്രമല്ല ഇന്ത്യൻ യുദ്ധവിമാനങ്ങളും ഉണ്ടാകും എന്ന് കരുതിയാൽ തെറ്റു പറയാൻ പറ്റില്ല, അല്ലേ? പക്ഷേ ഇനി ആദ്യം ഞാൻ പറഞ്ഞില്ലേ, വേറൊരു രാജ്യം കൂടി ഉണ്ടായിരുന്നുള്ളൂ. അത് കേൾക്കുമ്പോൾ ഇവിടുത്തെ സുഡാപ്പി കുഞ്ഞുങ്ങൾ ചങ്കത്തടിച്ച് നിലവിളിക്കും. ആ വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇസ്രയേലിൻ്റെ കൂടെ വ്യോമാഭ്യാസം നടത്തി ഒരു യുദ്ധം വന്നാൽ ഒന്നിച്ചെങ്ങനെ നേരിടണം എന്ന് പരിശീലിക്കാൻ ഖത്തർ എയർഫോഴ്സ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ ആയിരിക്കില്ല, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുന്നു പറയും. ഖത്തർ എയർഫോഴ്സ് ഉണ്ടായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലോ. ഖത്തറിന് അമേരിക്ക കൊടുത്ത F-35 യുദ്ധവിമാനങ്ങളും ഇസ്രയേലിൻ്റെ വിമാനങ്ങളുടെ ചിറകിനൊപ്പം ചേർന്ന് ബോംബുകൾ വർഷിച്ചും മിസൈലുകൾ അയച്ചും പരിശീലനം നേടി. അപ്പോൾ ഇത്രയും നാൾ ഹമാസിനെയും ഹിസ്ബുള്ളയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഖത്തർ അങ്ങനെ ഒരു അഭ്യാസത്തിൽ പങ്കെടുത്തു എങ്ങനെ അവർ വിശ്വസിക്കാൻ പറ്റും? ചങ്ക് പൊട്ടി ചാവൂലേ? അതെ, തീർച്ചയായിട്ടും. ഖത്തർ കൂടി പങ്കെടുത്തു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വരം. അപ്പോൾ ഇന്ത്യ പങ്കെടുത്തു എന്നുള്ളത് നമുക്ക് ആവേശമാണ്. പക്ഷെ നമ്മുടെ ഖത്തർ, അപ്പോൾ സൗദി ചതിച്ചാശാനെ എന്ന് പറഞ്ഞതുപോലെ ഖത്തറും ചതിച്ചാശാനെ, നാദാ ഇനി എന്ത് ചെയ്യും എന്ന് നിലവിളിക്കേണ്ടി വരും. കാരണം രാജ്യങ്ങളില്ലല്ലോ സഹായിക്കാൻ ആരുമില്ല. ഇസ്രയേലിൻ്റെ കൂടെ ഖത്തർ സൈനിക വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ സഹിക്കുമോ എൻ്റെ സിനു? വിശ്വസിക്കാൻ പറ്റും. അവർ വീണ്ടും പറയും നമുക്ക് തെറ്റിയതായിരിക്കും, ഒന്നുകൂടെ. അപ്പോൾ ഏതായാലും ഖത്തറും പങ്കെടുത്തു. ഇത് ഇസ്രയേൽ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഖത്തർ എയർഫോഴ്സ് ഉണ്ട്. ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആഴ്ചകൾക്ക് ശേഷമാണെങ്കിൽ പോലും ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഖത്തറിൻ്റെ ഭരണാധികാരി 2 ആഴ്ച മുമ്പ് ഇന്ത്യ വന്നിട്ട് പോയല്ലേ? അതെ.
ഒന്ന് വന്നിരുന്നു. ഖത്തർ ആയിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ എയർഫോഴ്സും ആ സമയത്ത് ഇന്ത്യൻ യുദ്ധവിമാനം, ഖത്തർ യുദ്ധവിമാനം, ഇസ്രായേൽ യുദ്ധവിമാനം, അമേരിക്കൻ യുദ്ധവിമാനം ഒരുമിച്ച് ഗ്രീസിന് മുകളിൽ പറക്കുകയായിരുന്നു, സൈനിക അഭ്യാസം നടക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വെക്കുമ്പോൾ ലോകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ജിയോ പൊളിറ്റിക്സ് മൊത്തത്തിൽ കളി മാറുകയാണ്, മൊത്തത്തിൽ കളം മാറുകയാണ്. ഇനി വേറെ ഒന്നും ആവശ്യമുണ്ട്. ഖത്തർ എന്താ പറഞ്ഞേ? 3 മാസം മുമ്പ് പറഞ്ഞത് ഒറ്റ എണ്ണത്തിനെ ഇവിടെ കണ്ടുപോയി. ജനുവരി 20 എടുത്തു. ജനുവരിയിലാണ് പറഞ്ഞത്. അതെ, ഒറ്റ എണ്ണ ഇവിടെ നിന്ന് പോലും ഹിമാസ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ നാട് വിട്ടോണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി. അപ്പോൾ ഖത്തർ മാറി, സൗദി മാത്രമല്ല. അപ്പോൾ ലോകത്ത് നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ ലോക രാഷ്ട്രീയം മാറുന്നുണ്ട്. ഇസ്രയേലിനൊരു ആവശ്യം വന്നാൽ ചിലപ്പോൾ ഖത്തർ പോലും കൂടെ നിൽക്കും എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.